അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഹോട്ട്സ്പോട്ട് ഇപ്പോൾ നിശ്ചയമായും ഇറാനാണ്. ഇറാനിൽ ഈ സമയം എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് സുഹൈൽ ആദ്യം തരേണ്ടത്. അന്തർദേശീയ തലത്തിൽ മറ്റെവിടെയൊക്കെ കാര്യമായ പ്രശ്നങ്ങളുണ്ട്, കാര്യമായ വാർത്തകളുണ്ട്? ആദ്യം ഇറാൻ തന്നെയാണ് സൈഫു ജിൽസി. 650 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇറാനിൽ എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. ഇൻ്റർനെറ്റും ഫോണും വിലക്ക് തുടരുന്നതിനാൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ രാജ്യാന്തര മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു വിവരങ്ങളില്ല. ചില ഏജൻസികളാണ്, അതേപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളാണ് 650 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഈ ഒരു വിവരം പുറത്തുവിടുന്നത്. എല്ലായിടങ്ങളിലും ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇറാനിലേക്ക് വരികയാണെങ്കിൽ അതിനെങ്ങനെ തിരിച്ചു നേരിടാൻ സാധിക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് ഇറാൻ സർക്കാർ ഉള്ളത്. 31 പ്രവിശ്യകളിലേക്കും ഈ ഒരു ജനകീയ പ്രതിഷേധങ്ങൾ പടർന്നിട്ടുണ്ട്. അതിന് ബദലായി ഈ എല്ലായിടങ്ങളിലും 31 പ്രവിശ്യകളിലും സർക്കാർ അനുകൂല പ്രകടനങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഇറാൻ സർക്കാർ ചെയ്യുന്നത്. ഇന്നലെ എല്ലാ നഗരങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ റാലികളിൽ പങ്കെടുത്തത്. ടെഹ്റാനിലെല്ലാം 6 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക തുലയട്ടെ എന്ന് പറയുകയും ഖാംനായി അടക്കമുള്ള ഷിയ നേതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് അമേരിക്ക വലിയ ഭീഷണി മുഴക്കുന്നുണ്ട്, ഇറാനിലേക്ക് ഏത് സമയവും ആക്രമണം നടത്തുമെന്ന്. ഈ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയുമായുള്ള ഒരു ചർച്ചയ്ക്ക് ഇറാൻ മുതിരുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നത്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇറാൻ US ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബദർ ബിൻ അഹമ്മദ് നേരിട്ടെത്തുകയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആക്രമണത്തെ എങ്ങനെ നേരിടാൻ സാധിക്കും, ഈ ഭീഷണിയെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ വരുന്നത്. അബ്ബാസ് അറാക്ചിയുടെ, അതായത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പുതിയ പ്രസ്താവന കൂടി വന്നു. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഏതർത്ഥത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ അത് മാന്യമായിട്ടായിരിക്കണം. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള ഒരുക്കമുണ്ടാവുകയാണെങ്കിൽ അതുമായി ഞങ്ങൾ സഹകരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. വൈറ്റ് ഹൗസും ഈ ഒരു ചർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എങ്കിൽ വലിയൊരു യുദ്ധത്തിന് തയ്യാറാണ് എന്നും ഇറാൻ അറിയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഗസയിലേക്ക് വരികയാണെങ്കിൽ ഗസയിൽ 2ാം ഘട്ട വെടിനിർത്തൽ അതാണോ ഉണ്ടാവുക, അതല്ല തീവ്രമായ മറ്റൊരു യുദ്ധമാണോ ഉണ്ടാവുക എന്നുള്ള ആശങ്ക ഇപ്പോൾ ശക്തമാണ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തി. അതിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. അത് ഇസ്രായേലാണോ ഈ ആക്രമണം നടത്തിയത്, അതല്ല ഹമാസ് വിരുദ്ധ മിലീഷ്യയാണോ എന്നുള്ള ഒരു തർക്കം തുടരുകയാണ്. ഖാൻ യൂനിസിലാണ് ഈ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അവിടെയാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് മേധാവിയായ ലഫ്റ്റനന്റ് കേണൽ മഹ്മൂദ് അൽ അസ്തലാണ് ഇന്നലെ മരിച്ചത്. ഒക്ടോബർ 10 നിലവിൽ വന്ന ഈ വെടിനിർത്തൽ ലംഘിച്ച് ഇതിനകം 440 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുള്ളത്. അതിനിടെയാണ് 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. കൈറോയിലേക്ക് ഇപ്പോൾ ഹമാസ് സംഘമടക്കം ഫലസ്തീനിലെ എല്ലാ സംഘടനകളും പോവുകയാണ്. ഗസയുടെ ഭരണം ഒരു സ്വതന്ത്ര സമിതിക്ക് കൈമാറുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ 2ാം ഘട്ടത്തിൽ നടക്കേണ്ടത്. അതാണോ നടക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുക. സ്വാഭാവികമായും ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ അവിടെ എത്തും എന്നാണ് പറയുന്നത്. ഈ ഇടക്കാല സാങ്കേതിക ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിൽ കൈറോ യോഗത്തിൽ ഏകദേശം തീരുമാനമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ ക്യൂബയുടെ മറുപടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട്. US-മായി കരാറിലെത്താൻ തയ്യാറാകണം, ഇല്ലായെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും എന്നുള്ള അർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ നടത്തിയ പ്രസ്താവന. ആ മുന്നറിയിപ്പിന് ക്യൂബയുടെ മറുപടി വന്നിരിക്കുന്നു. US-മായി ഒരു സംസാരത്തിനും ഇല്ല എന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗ്ഗോൽ ദിയസ് കാനൽ അറിയിക്കുകയാണ്. സമൂഹമാധ്യമമായ എക്സിൽ ഈ കാനൽ കുറിച്ച ഒരു പോസ്റ്റാണ് ഡൊണാൾഡ് ട്രംപിന് കറുത്ത ഒരു മറുപടി കൊടുക്കുന്നത്. കുടിയേറ്റ മേഖലയിലെ സാങ്കേതിക കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ US-മായി ഒരു ചർച്ചയ്ക്ക്, ഒരു സംഭാഷണത്തിന് ഞങ്ങൾ തയ്യാറാണ്. മറ്റൊരു കാര്യത്തിലും ഒരിക്കലും ട്രംപിൻ്റെ ഭീഷണി ആവശ്യമില്ല എന്ന് പറയുകയാണ്. US-മായി ഉടൻ ഒരു ഒത്തുതീർപ്പ് ഡീലിലെത്താൻ ക്യൂബ തയ്യാറാകണമെങ്കിലും അല്ലായെങ്കിൽ കടുത്തൊരു നടപടി നേരിടേണ്ടി വരും എന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ക്യൂബയെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. വെനസ്വേലയ്ക്ക് നൽകുന്ന എണ്ണയും പണവുമാണ്. വെനസ്വേല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മദുറോ സർക്കാർ ക്യൂബയ്ക്ക് നൽകിയിരുന്ന എണ്ണയും പണവും ഉപയോഗിച്ചുകൊണ്ടാണ് ക്യൂബ പിടിച്ചു നിന്നിരുന്നത്. പക്ഷേ ക്യൂബ സ്വയം തകരുകയാണ്. ഡീലിനായി, അമേരിക്കയുമായൊരു ഡീലിനായി മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനി എണ്ണയുമില്ല, പണവുമില്ല, വെറും 0 ആയി മാറും ഈ ക്യൂബ എന്നായിരുന്നു ട്രംപിൻ്റെ ഒരു ഭീഷണി. പക്ഷേ ക്യൂബയോട് എന്ത് ചെയ്യണം എന്ന് ആരും പറയേണ്ടതില്ല എന്നും ക്യൂബ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് എന്നും US-യുമായുള്ള ബന്ധം, ശത്രുത, ഭീഷണികൾ, സാമ്പത്തിക ബലപ്രയോഗം എന്നിവയൊന്നുമില്ലാതെ തന്നെ രാജ്യാന്തര നിയമത്തിൽ അധിഷ്ഠിതമായി തന്നെ ഈ ക്യൂബ നിലനിൽക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വെനസ്വേലയ്ക്ക് പുറമെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിവിധ പ്രദേശങ്ങളെ കൂടി ഭീഷണിയിൽ ഉൾപ്പെടുത്തി
അതിനെ കാൽക്കീഴിലാക്കാനുള്ള ശ്രമങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഞങ്ങളോട് ഭീഷണി വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ ക്യൂബൻ സർക്കാർ പോകുന്നത്. ഏതായിരുന്നാലും എല്ലായിടങ്ങളിലും ഡൊണാൾഡ് ട്രംപ് 3 ഇടങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. തീർച്ചയായും ട്രംപ് കഴിഞ്ഞ വർഷം സമാധാനത്തിൻ്റെ ഒരു വർഷമായി നൊബൽ സമ്മാനത്തിലേക്കാണ് പോയിരുന്നതെങ്കിൽ ഈ വർഷം അങ്ങനെയല്ല. എല്ലായിടത്തെയും സംഘർഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഡൊണാൾഡ് ട്രംപ് നിലനിൽക്കുകയാണ്.